മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ദുരിതാശ്വാസ ചെലവ് പുറത്തുവിട്ട സർക്കാർ ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവായി. 359 മൃതദേഹം സംസ്കരിക്കാൻ 2,76,00,000 രൂപ ചെലവായെന്നുമാണ് വിചിത്രമായ ഈ കണക്കിൽ പറയുന്നത്. വളണ്ടിയർമാർക്കുള്ള ഭക്ഷണത്തിനായി ചെലവിട്ടത് 10 കോടി രൂപ എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. VS രഞ്ജിത്ത് നമുക്കൊപ്പം എത്തുന്നു. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു സത്യവാങ്മൂലത്തിലാണ് ഒരു കണക്ക് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇപ്പോൾ വളരെ വിചിത്രമായി തോന്നുന്നത്, ഒരു മൃതദേഹം സംസ്കരിക്കാൻ ഏകദേശം 75,000 പരം രൂപയാണ് കണക്കാക്കുന്നത്. അത് എങ്ങനെയാണ് 75,000 രൂപ വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ വളണ്ടിയർമാരുടെ യാത്രാ ചെലവ് 4 കോടിയോളം രൂപ വരുന്നു. വളണ്ടിയർമാരുടെ ഭക്ഷണ ചെലവ്, ഇങ്ങനെ കണക്കുകൾ പരിശോധിച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കണക്കുകൾ ഞാനൊന്ന് വായിക്കാം. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ബൈ റോഡ്, അത് 4 കോടി രൂപയാണ്. വോളണ്ടിയേഴ്സിനെ ഈ ദുരന്ത പ്രദേശത്തേക്ക് വാഹനങ്ങളിൽ കൊണ്ടുപോയതിന് 4 കോടി രൂപ ചെലവാകുന്നു എന്നുള്ളതാണ്. ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഓഫ് വോളണ്ടിയർമാർക്ക് ഭക്ഷണം വിതരണം ചെയ്തതിന് 10 കോടി രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. അക്കമഡേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ്, വളണ്ടിയർമാരുടെ താമസ സൗകര്യം 15 കോടിയാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ അതുപോലെ ബെയിലി പാലം നിർമ്മിച്ചു, അത് മിലിറ്ററിയാണ് ബെയിലി പാലം നിർമ്മിച്ചത്. ബെയിലി പാലത്തിനടിയിൽ കല്ലു പാകുന്നതിനും 1 കോടി രൂപ ചെലവായി എന്നുള്ളതാണ് ഒരു കണക്ക് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ബെറിയിങ് ഓഫ് 359 ബോഡികൾ സംസ്കരിക്കാൻ 2,76,75,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിക്ക് 75,000 രൂപ ചെലവായി എന്നുള്ളതാണ് സർക്കാർ കണക്കായി പുറത്തുവിടുന്നത്. ഈ കണക്കുകൾ, അതായത് ഹിറ്റാച്ചി, ക്രെയിൻ, JCB, ഈ ഹിറ്റാച്ചിയും ക്രെയിനും JCBയും ദുരന്ത സ്ഥലത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം 15 കോടി ചെലവായി എന്ന് പറയുന്നു. ഇനി ചെലവാകാനുള്ള തുകയും കൂടി ചേർത്താണ് മാലിന്യ നിർമ്മാർജ്ജനം, അതായത് ദുരന്തബാധിത പ്രദേശത്ത് ധാരാളം ബെറീസ്, അതായത് ഡിബ്രിസ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്, അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുള്ളത് നീക്കം ചെയ്യുന്നതിന് അവിടെ 36 കോടി രൂപയാണ് പറയുന്നത്. ഇത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്ക് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളത് വളരെ അതിശയോക്തി ഉണ്ടാക്കുന്നതാണ്. വളരെയധികം ഇത് ഇത്രയും ചെലവാകുമോ എന്ന് ഓരോ കണക്കും നമുക്ക് പരിശോധിക്കുമ്പോൾ തോന്നിപ്പോകുന്നതാണ്. പ്രത്യേകിച്ച് ഈ വളണ്ടിയർമാരുടെ യാത്രാ ചെലവ്, വളണ്ടിയർമാരുടെ ഭക്ഷണ ചെലവ്, അതുപോലെ ഈ പറയുന്ന ക്രെയിനും ഹിറ്റാച്ചിയും ഒക്കെ ഉപയോഗിക്കുന്നതിനുള്ള ചെലവ്, അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ചെലവ്, ഈ ശവസംസ്കാരത്തിന് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ചെലവ്, ഇതെല്ലാം കുറച്ചധികമല്ലേ എന്ന് തോന്നുന്ന വിധത്തിലാണ് കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്.